നാളെ ഞാൻ നോട്ടില്ല ഇന്നത്തോടുകൂടി എനിക്ക് മതിയായി. പിന്നെ മറ്റന്നാൾ ക്ലാസ്സിൽ വരുമ്പോൾ നോട്ട് കൊണ്ടുവന്നേ. ഇന്ന് നോട്ട് കൊണ്ടുപോയിട്ട് അത് കൊണ്ട് കളയാറാ പറ്റുമോ? ഇനി ഞാൻ സമ്മതിച്ചില്ല. മര്യാദയ്ക്ക് മറ്റന്നാൾ വരുമ്പോ എന്നെ നോട്ട് കൊണ്ടുവരണം. അപ്പൊ ശരിയടി, ബൈ. ബൈ ഡി. എന്നാ ഇനി ക്ലാസ് വെച്ചാ പോട്ടെ. ഓക്കെ ബൈ ഡി. ജിമ്മി തിമ്മി അവനും എന്നത്തിനാണോ നോക്കി നിൽക്കുന്നത്? അമ്മോടെ ഞാൻ പറഞ്ഞാവും. എന്റെ ചേച്ചി അവിടെ നിന്ന് നിന്നെ. ഡി, നീ എവിടെയായിരുന്നു? ഞാൻ നിന്നെ എവിടെയൊക്കെ തപ്പി. നീ എവിടെയായിരുന്നു? എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, അതാ നേരം വൈകിയത്. ക്ലാസ് അല്ലേ? ശരി ശരി. രാജകുമാരി അകത്തേക്ക് അങ്ങ് ചെന്നാട്ടെ. അമ്മ അവിടെ പൊട്ടിത്തെറിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പെട്ടെന്നായിക്കോട്ടെ. നീ അവളുടെ കൂടെ ബീച്ചിൽ പോയ കാര്യല്ലേ? അറിഞ്ഞിട്ടില്ല. നീ ക്ലാസ് ആണെന്നങ്ങ് തട്ടി വിട്ടാ മതി. എന്റെ ചേച്ചി ഇപ്പൊ അകത്തോട്ട് ചെല്ല. അതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. മമ്മി ഗുഡ് മോർണിംഗ്. എന്റെ ചായ എവിടെ? അമ്മയുടെ മോൾക്ക് ഇന്ന് കോളേജില്ലാത്ത കാരണം പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അവള്. കോളേജില്ലല്ലോ. പിന്നെ ഞാനൊന്ന് മാർക്കറ്റിലേക്ക് പോവാം. നിങ്ങൾക്കുള്ള ഫുഡ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, മറക്കാതെ കഴിക്കണം. പിന്നെ ഞാൻ തിരിച്ചു വരുന്നത് വരെ ഈ വീട് ഇങ്ങനെ തന്നെ കാണണം. തല കുത്തിയിടരുത്, കേട്ടല്ല? നിങ്ങൾ രണ്ടുപേരും ഏൽപ്പിച്ചിട്ട് പോണാലും എനിക്ക് തീരെ വിശ്വാസമില്ല. രണ്ടും തല്ലുകൂടി ഈ വീട് എങ്ങനെയാക്കുന്നു ദൈവത്തവരൻ മാത്രം അറിയും. ഞാൻ വരുമ്പോ ഈ വീട് ഇങ്ങനെയല്ല കിടക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാതെ തന്നെ. ഞാൻ മാർക്കറ്റിലേക്ക് പോയിട്ട് വരാം. എന്തായാലും കുറച്ച് സാധനം മേടിക്കാനുണ്ട്. ഞാൻ പെട്ടെന്നൊന്നും വരില്ല, കുറച്ച് സമയം എടുക്കും. ഓക്കെ, ഞാൻ പോയിട്ട് വരാം. എന്നാ അവിടെ നീ ഇപ്പൊ വിളിക്കണ്ട, അവിടെ എഴുന്നേൽക്കുമ്പോ എഴുന്നേക്കട്ടെ. ശരി അമ്മേ, പോയിട്ട് വരണേ. ബൈ. ഗുഡ് മോർണിംഗ് ജിമ്മി. ഗുഡ് മോർണിംഗ് മമ്മ. മമ്മ എന്തേടാ? മമ്മ മാർക്കറ്റിൽ പോയിക്കാ. നേരം വൈകിയ വരുള്ളൂന്നാ പറഞ്ഞത്. പിന്നെ നിനക്കുള്ള ഫുഡ് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് നേരമല്ല മമ്മ പോയിട്ട്, എത്ര നേരമായിട്ട് വന്നില്ലല്ലോ. അത് ശരിയാ നീ പറഞ്ഞത്. ഇത്ര നേരമായിട്ടും അമ്മ നമ്മളൊന്ന് വിളിച്ചു പോലും ഇല്ല. പിന്നെ ഒരുപാട് നേരമായി പോയിട്ട്. ഇനി നമുക്കൊന്ന് പോയി അന്വേഷിച്ചാലോ? ഹലോ, ഇതാരാ? ആര് സംസാരിക്കുന്നേ? ഹലോ, കേൾക്കുന്നുണ്ടോ? അതെ, നല്ല വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട്. നിനക്ക് നിന്റെ അമ്മയെ ജീവനോടെ വേണമെങ്കിൽ നിന്റെ പെങ്ങളെ ഞങ്ങൾക്ക് തരണം. ഇല്ലെങ്കിൽ നിനക്കറിയാലോ, ഞങ്ങള് ആ സ്ത്രീ അങ്ങ് കൊല്ലും. പിന്നെ നിങ്ങൾക്ക് വരെ കായതായിരിക്കും കിട്ടുന്നത്. മര്യാദക്ക് നിന്റെ പെങ്ങളെ ഞങ്ങൾക്ക് തന്നേക്ക്. ഇത് ഞങ്ങളുടെ ബോസിന്റെ ഓർഡറാണ്. ഹലോ ഹലോ ഹലോ. എടി, നിന്ന് സമാധാനമായിട്ട് ഇരിക്കുക. നമ്മുടെ അമ്മയ്ക്ക് ഒന്നും പറ്റില്ല. അവര് നമ്മുടെ അമ്മയെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയിക്കാ. നമ്മുടെ അമ്മയെ കിട്ടണമെങ്കിൽ നിന്നെ അവർക്ക് വേണമെന്നാ പറയുന്നത്. എനിക്കറിയില്ല. എനിക്ക് നിങ്ങൾ രണ്ടുപേരും വേണം. എനിക്ക് നീ ഇല്ലാതെയോ അമ്മയില്ലാതെയോ ജീവിക്കാൻ കഴിയില്ല. ശരി ജിമ്മി, നീ എന്നെ കൊടുത്തേക്ക്. എന്നിട്ട് അമ്മയെ രക്ഷിക്ക്. എടാ, എന്നേക്കാൾ കൂടുതൽ ആവശ്യം നിനക്ക് അമ്മയാ എല്ലാ കാര്യങ്ങൾക്കും. പ്ലീസ്, അമ്മയ്ക്കൊന്നും ഒരു ആപത്തും വരുത്തരുത്. ഞാൻ പോകാം, എവിടെ വേണമെങ്കിലും. നമ്മുടെ അമ്മയെ രക്ഷിക്കാൻ നീ അവരോട് പറ. ഞാൻ വരാന്ന് പറ. വിളിച്ച് പറ ജിമ്മി, പറ പ്ലീസ്. ഇല്ല, ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. നീ എന്നെ വിട്ട് പോവല്ലേ. നമുക്ക് എങ്ങനെ അമ്മയെ രക്ഷിക്കാം? പ്ലീസ്.